നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. വി ഡി സതീശനും സണ്ണി ജോസഫും കെ.സി. വേണുഗോപാലും സുധാകരൻ മത്സരിക്കട്ടെ, മറ്റൊരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണ്ട എന്ന തീരുമാനം നിർണായകമായി AICCയോടും രാഹുൽ ഗാന്ധിയോടുമൊക്കെ ഈ മൂന്ന് പേരും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണോ ശരത്ത് മനസ്സിലാക്കുന്നത്? രണ്ടാമത്തേത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു ജീവൻമരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ അസാധാരണമായ യോഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നത് ശരത്ത്. അതെ, എന്ന് തന്നെ പറയാം. 10 വർഷത്തെ ഭരണമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തതയോടെ തന്നെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇത്തരമൊരു വിഷയമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കാര്യങ്ങൾ കീറിമുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത്. സുധാകരനെ മത്സരിപ്പിക്കണം, സുധാകരൻ മാത്രമല്ല സ്വാതന്ത്ര്യ അനുവാദം കൊടുത്താൽ അടൂർ പ്രകാശിന് കൊടുക്കണം, അടൂർ പ്രകാശും സുധാകരനും മത്സരിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കണം, MK രാഘവനെ കൊടുക്കണം, ഈ തുടങ്ങിയ വിഷമവൃത്തങ്ങളും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചർച്ച നീണ്ടുപോകുന്നത്. അതിനിടക്കാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ MP-മാർ മത്സരിക്കേണ്ട എന്ന കടുംപിടുത്തം. ഇത്രയും കാര്യങ്ങൾക്കിടയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ അത് എങ്ങനെയാണ് ഇതിൽ നിന്ന് തലയൂരുക, അല്ലെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുക? ഇന്നിനി പ്രസിദ്ധീകരണം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ഇനി ഒരു മണിക്കൂറും കഴിഞ്ഞ് അടുത്ത ദിവസമായി. അതുകൊണ്ട് തന്നെ നീണ്ടു പോകുന്ന കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. കാരണം ഇത്രയും ഗൗരവപരമായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കോൺഗ്രസിൽ, അല്ലെങ്കിൽ നേരത്തെ വി ഡി സതീശൻ വ്യക്തമാക്കിയതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു, ഇനി ഇലക്ഷൻ കമ്മിറ്റിക്കാണ് അല്ലെ ഇതിന്റെ ചുമതല. ആ രീതിയിൽ ഇലക്ഷൻ കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ CEC കാര്യങ്ങളൊക്കെ കാര്യമായി തന്നെ പരിഗണിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും ഇത്രയും വലിയ ഒരു സംഭവം കാര്യങ്ങൾ വന്നിരിക്കുന്നു. കേരളത്തിലെ കെ. സുധാകരൻ സീറ്റിന്റെ കാര്യത്തിൽ വീണ്ടും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ AICയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം. 2 തവണ ചർച്ച ഇന്ദിരാഭവനിൽ വെച്ച, 3ാമത് ചർച്ച ഇവിടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ അവസ്ഥയിൽ വെച്ച്, AICC അധ്യക്ഷന്റെ അവസ്ഥയിൽ വെച്ചാണ്. ഇത് കരുണാകരനും ആന്റണിയുമുള്ള കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണോ? കോൺഗ്രസിലെ പടലപ്പിടക്കങ്ങളും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കളും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയമെന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. അർദ്ധരാത്രിയോടടുപ്പിച്ചും കേരളത്തിലെ 35 സീറ്റിന്റെ കാര്യത്തിൽ അർദ്ധരാത്രി എടുത്തിട്ടും ഇവിടെ തർക്കം തുടരുന്നു. അല്ലെങ്കിൽ അതിനൊരു ക്ലിയറൻസ് കൊടുക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ഇക്കാര്യത്തിലൊന്നും പൂർണ്ണ രൂപത്തിൽ ഐക്യത്തോടെ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ന്യൂസ് മലയാളം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ന്യൂസ് മലയാളം ആ കാര്യത്തിൽ സുധാകരനെ മത്സരിക്കാനുള്ള പൊതുധാരണ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന രീതിയിലേക്കും കൂടുതൽ വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ നിർണായക യോഗത്തിലായിരിക്കും ഏതായാലും കെ. സുധാകരൻ മത്സരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതിന്റെ വസ്തുതകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 തവണയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി 3 തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2 തവണയും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ആ യോഗത്തിലൊക്കെ ദീർഘനേരം ചർച്ച ചെയ്ത പേരുകളാണ്. ആ പേരുകളാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിലെത്തുമ്പോൾ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെത്തുമ്പോൾ വീണ്ടും 2 ദിവസത്തെ CEC യോഗത്തിലും തീരുമാനാകാതെ നിൽക്കുന്നത്. 35 പേരുകളിൽ 37 പേരാണ് ടോട്ടൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. 2 പേരുകളെ മാറ്റിവെച്ചാൽ, കോന്നിയും കണ്ണൂർ മാറ്റിവെച്ചാൽ പോലും 35 ഉണ്ട്. ഈ കാര്യങ്ങൾ പോലും കാര്യമായി ചർച്ചകളുടെ വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും കെ. സുധാകരൻ പ്രശ്നത്തിൽ തട്ടി കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഉലയുന്നു എന്ന് വേണം പറയാൻ. ആ തരത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കെ. സുധാകരൻ തന്റെ മൗനം തന്റെ ഔദ്യോഗിക വസതിയിലെ 301ാമത്തെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇപ്പോൾ 48 മണിക്കൂറായി. ഈ മൗനം തന്നെയാണ് കോൺഗ്രസിനെയും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗങ്ങളെയും എന്തിനേറെ AICCയിലെ മുതിർന്ന നേതാക്കളെയും ഭയപ്പെടുത്തുന്നത്. കേരളം പോലും കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിനൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആനന്ദ്, അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കഴിയുക ഈ അവസരത്തിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വീണ്ടും യോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ യോഗം എത്ര നീണ്ടു നിൽക്കും, അല്ലെ യോഗത്തിലെ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് അല്പസമയം കഴിഞ്ഞ് യോഗശേഷം നമുക്ക് ലഭിക്കും വിവരങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക.
ശരത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും അതിൻ്റെ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിലൊരു വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരാരും തൽക്കാലം മാധ്യമങ്ങളോടൊന്നും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിട്ടു പറയുന്നില്ല. കാരണം അതിൻ്റെ സങ്കീർണത തന്നെയാണ്. പക്ഷേ ശരത്ത്, ഒരു പ്രശ്നമുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ നിലനിൽപ്പിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ ജയിച്ചേ മതിയാകൂ എന്ന നിലയിലാണ്. അങ്ങനെ കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ പോലും വളരെ കഠിനാധ്വാനം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഈ പാളയത്തിൽ പട ഉണ്ടാകുന്നത് എന്നത് കോൺഗ്രസിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. അതായത് ഇവരിങ്ങനെ നേതൃത്വം ഇങ്ങനെ ഒരു മാറ്റവുമില്ലാതെ പരസ്പരം തല്ലുകൂടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയാൽ ഈ കോൺഗ്രസിനെ സഹായിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലും മടുപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഈ രാത്രിയെങ്കിലും എടുത്തുകൊണ്ട് ഇന്നത്തോടുകൂടി ഈ ചർച്ചകൾ അവസാനിപ്പിച്ച് ഒരു കൃത്യമായ വ്യക്തമായ രൂപത്തിലേക്ക് എത്താൻ ഇനിയിപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞാലും ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ കരുതാം, അല്ലേ ശരത്ത്? അല്ലെങ്കിൽ അത് കോൺഗ്രസ് അണികളെ മാനസികമായി വല്ലാത്ത നിലയിൽ ബാധിക്കും. മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് ഇന്ന് കൊണ്ട് ഈ പട്ടികയുടെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇന്നത്തോടുകൂടി ഒരു തീരുമാനമെടുക്കും, അതിനാണ് ഈ യോഗം നീളുന്നത് എന്ന് നമുക്ക് കരുതാമല്ലോ. അതെ, അതുതന്നെയാണ്. കാരണം യോഗം തീരുന്നതും യോഗം കാരണം ഇന്ന് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വേണ്ടത്ര സമയം കിട്ടാൻ ലഭിക്കയില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ ആയി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഞായർ, തിങ്കൾ, ചൊവ്വ നമ്മൾ അങ്ങനെ എണ്ണേണ്ടി വരും. ഇവിടെയാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നം. ഇന്നിനി പറ്റില്ല, നാളെ പുറത്തെങ്കിലും അർദ്ധരാത്രിയെങ്കിലും പട്ടിക പൂർത്തിയാക്കുക. അതിനുവേണ്ടി തന്നെയാണ് ഈ നേതാക്കളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് ശരീരഭാഷ കാണുമ്പോൾ വി.ഡി. സതീശന്റെയും അതേപോലെ കെ.സി. വേണുഗോപാലിന്റെ ഒക്കെ ശരീരഭാഷ കാണുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയം കഴിഞ്ഞാൽ ഈ യോഗം കഴിയും എന്ന് നമുക്ക് പറയാം. കാരണം 4 മണിയുടെ വിമാനത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് വി.ഡി. സതീശനും അതേപോലെ തന്നെ സണ്ണി KPCC അധ്യക്ഷനും. അങ്ങനെയാണെങ്കിൽ അവർ 12:30-ക്കെങ്കിലും ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് പിന്നെ വിമാനത്താവളത്തിൽ പോകണം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം റദ്ദാക്കിയ പോലെ തന്നെ ടിക്കറ്റ് നാളെയും റദ്ദാക്കേണ്ടി വരും. നാളെ സണ്ണി ജോസഫിന്റെ സ്വന്തം മണ്ഡലത്തിൽ റോഡ് ഷോ പ്രചരണമാണ്. ഇങ്ങനെ നിരവധി പരിപാടികൾ ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏതായാലും ആനന്ദ് പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് പുലർച്ചയോട് തന്നെ നമുക്ക് ഈ പട്ടിക ലഭിക്കും, അല്ലെങ്കിൽ AICC പട്ടിക പുറത്തിറക്കും എന്നത്. ശരി ശരത്ത്, വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ ശരത്തിന് ലഭ്യമായ വിവരങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇനി ഈ യോഗം അവസാനിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു വ്യക്തത ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എല്ലാവരും ഗ്ലാസ്സൊക്കെ അടച്ചിട്ടാണ് നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോയത്. ഒരു പ്രതികരണത്തിനും ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല. സങ്കീർണമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇനിയും അവരെ അലട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. 2-3 തവണ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തുകൊണ്ട് വീണ്ടും യോഗം ചേരുന്നത്. പ്രത്യേകിച്ചും കേരളം തന്നെയാണ് ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്.